ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? റെയിൽവേക്കുള്ള പഠനം തുടങ്ങിയോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് എഴുതുന്നവർ അതിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തോ? വളരെ സജീവമായി തന്നെ പഠനം തുടരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പ്രത്യേകത, ഈ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിൽ നടന്ന ഒരു ക്ലാസ്, ആ ക്ലാസ് അതേപോലെ ഇവിടെ പറയാൻ പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല ഓർഡർ ഉണ്ടാവില്ല, പക്ഷെ ആ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഒരു തനി നാടൻ ക്ലാസ് ഇതാ ഇവിടെ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ വളരെ ദൂരെ ഇരിക്കുന്ന കുട്ടികൾക്കാണ്, അടുത്തിരിക്കുന്നവർക്കാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങളുടെ ക്ലാസ്സിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ഇതായി ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു ക്ലാസ്സിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളോടുകൂടി ക്ലാസ് ആരംഭിക്കുകയാണ്. എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നത് എസ് നിത്യ, നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. സജീവമായി നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എസ് നിത്യ. എൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് എ അഞ്ചു, അരുവിക്കര. അഞ്ചുവും ക്ലാസ് എടുത്തിട്ടുണ്ട്. അഞ്ചുവിന് ഒരു വിശേഷണം കുട്ടികൾ കൊടുക്കുന്നുണ്ട്, പഴയ ശരണ്യ മോഡലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശരണ്യ മോഡൽ പ്രസൻറ്റേഷനും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതുന്നത്. ഇന്നത്തെ ഈ നാടൻ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എഴുതണം. ഞങ്ങൾക്ക് അച്ചടി ഭാഷയെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, കൃത്രിമമായി സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് തനതായി ലഭിച്ചിട്ടുള്ള ഭാഷയും ശൈലിയും ഒക്കെ അനുസരിച്ചാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. കൃത്രിമമായിട്ടൊന്നും സംസാരിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ വന്നു, നമ്മൾ അല്ലാതെയൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ. ശരി, ഇന്നത്തെ ക്ലാസ് ആദ്യത്തെ ക്ലാസ്സിൻ്റെതായിരുന്നു. ഞാൻ ക്ലാസ്സിനകത്തോട്ട് കടന്നു, അവിടെ പോലെ പറയുകയാണ്, ക്ലാസ്സിനകത്തോട്ട് കടന്നു ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്നൊരു ഫീൽ വരുന്നുണ്ടോ? ക്ലാസ് തുടങ്ങിയത് പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓർമ്മ ഉണ്ടാട്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഓർമ്മയാണ്, നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നവരാണ്. നിങ്ങൾ ആ ക്ലാസ്സിൽ നടന്ന് അതേപോലെ തന്നെ സംസാരിക്കണം. എന്താ, അഞ്ചു നിത്യയും അതേപോലെ തന്നെ സംസാരിക്കണം, എന്നാലേ അതിലൊരു റിയാലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു, പക്ഷേ ഉത്തരം അന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. നിത്യ, ആരാണ് പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? ജ്ഞാനേഷ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. റിട്ടയർഡ് IAS ഓഫീസറാണ്. കേരള കേഡറിലുള്ള IAS ഓഫീസറായിരുന്നു ജ്ഞാനേഷ് കുമാർ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്, ശരിയല്ലേ? എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അടുത്ത് ചോദിച്ച ചോദ്യം, ഇലക്ഷൻ കമ്മീഷണേഴ്സ് എത്രയുണ്ട്? 3 പേരുണ്ട്. ഇലക്ഷൻ കമ്മീഷണേഴ്സ് 3 പേരാണ്. ആരൊക്കെയാണ് ആ 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ്? ഇലക്ഷൻ കമ്മീഷണേഴ്സ് 3 പേരാണ്. ആദ്യത്തെ ആള് ജ്ഞാനേഷ് കുമാർ, രണ്ടാമത്തേത് വിവേക് ജോഷി, മൂന്നാമത്തേത് സുഖ്ബീന്ദർ സിംഗ് സന്ധു. സന്ധു. ആ 3 പേരാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എത്ര പേരാ? ഒരാൾ. ഇവരെല്ലാം നിയമിക്കുന്നത് ആരാ? പ്രസിഡന്റാണ് നിയമിക്കുന്നത്. എത്ര കാലത്തേക്കാണ് നിയമനം? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 65 വയസ്സ്. ശരി, ഞാൻ സമ്മതിച്ചു. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഒന്നുകൂടെ പറയുക. ഇത് ഇവിടെ റിപ്പറ്റീഷൻ ഇസ് ദി മദർ ഓഫ് ടീച്ചിങ്. 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ജനുവരി 25 വോട്ടേഴ്സ് ദിനമാണ്, അല്ലെങ്കിൽ സമ്മതിദാനാവകാശ ദിനമാണ്, അല്ലേ? 1950 ജനുവരി 25. അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു സെർച്ചിങ് കമ്മിറ്റി എടുക്കും, അല്ലേ? സെർച്ചിങ് കമ്മിറ്റി എടുക്കും. ആ സെർച്ചിങ് കമ്മിറ്റി അംഗങ്ങൾ ആരെല്ലാം? കാരണം ആ സെർച്ചിങ് കമ്മിറ്റിയെ കുറിച്ച് PSC പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്താണെന്ന് അറിയാമോ? ആ സെർച്ചിങ് കമ്മിറ്റിയെ കുറിച്ച് ഒരുപാട് തർക്കം വന്നു. അതിപ്പോൾ സുപ്രീം കോടതി കേസ് പോയിരിക്കുകയാണ്, കേസ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിലല്ല, സെർച്ചിങ് കമ്മിറ്റി ഇങ്ങനെയല്ല, സെർച്ചിങ് കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി ചേരേണ്ടതാണ് എന്ന് പറഞ്ഞ ഒരു കേസ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവാദമായ കാര്യങ്ങളായിരിക്കും PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഞ്ചു, ആരൊക്കെയാണ് ഈ സെർച്ചിങ് കമ്മിറ്റിയിലെ അംഗങ്ങൾ? സെർച്ചിങ് കമ്മിറ്റിയിൽ ആകെ 3 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്, രണ്ടാമത്തേത് ആഭ്യന്തര വകുപ്പ് മന്ത്രി, മൂന്നാമത്തേത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർ 3 പേരും കൂടെ ചേർന്നതാണ് സെർച്ചിങ് കമ്മിറ്റി. ഇവർ 3 പേരും കൂടെയാണ് അംഗത്തെ നിർദ്ദേശിക്കുന്നത്. നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റാണ് നിയമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെർച്ചിങ് കമ്മിറ്റിയുടെ പ്രധാനമന്ത്രിയാണ് അതിന്റെ ഹെഡ്. സെർച്ചിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രിയാണ്. എന്തിനുള്ള സെർച്ചിങ് കമ്മിറ്റി? ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയാണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ, നരേന്ദ്രമോദി എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്?
2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. 2014. 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അദ്ദേഹം മത്സരിച്ച് ജയിച്ച മണ്ഡലം ഏതാണ്? വാരണാസി. വാരണാസി. ഇത് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഈ ക്ലാസ്സിൽ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. വാരണാസി എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് ഉള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റും ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റും ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ലോക്സഭാ സീറ്റ് 80, രാജ്യസഭാ സീറ്റ് 31. ഉത്തർപ്രദേശ്. അപ്പൊ ആകെ ലോക്സഭാ സീറ്റ് ഇന്ത്യയിൽ എത്ര? ആകെ 543 ലോക്സഭാ സീറ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് എത്ര പേര്? കേരളത്തിൽ നിന്ന് 20 പേര്. രാജ്യസഭാ സീറ്റ് ആകെ എത്രയാ? ആകെ 245 രാജ്യസഭാ സീറ്റാണ് ഇന്ത്യയിൽ മുഴുവൻ ഉള്ളത്. അതിൽ 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നു. ഇലക്ട് ചെയ്യുന്നത് 233 പേരെയാണ് തിരഞ്ഞെടുപ്പിലൂടെ എടുക്കുന്നത്. കേരളത്തിൽ നിന്ന് 9 പേര്. ഈ തെരഞ്ഞെടുക്കുന്ന രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്ന ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ രാജ്യസഭയിലേക്ക് എംഎൽഎമാരാണ് തെരഞ്ഞെടുക്കുന്നത്. ഓർമ്മിച്ച് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നിത്യയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഇലക്ഷൻ കമ്മീഷനിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സെർച്ചിങ് കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? അതിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം എന്നാണ് മരിച്ചത്? 1964 മെയ് 27 നെഹ്റു മരിക്കുന്നത്. മരിക്കുന്നവരെ അദ്ദേഹം വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്നു. നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാം കൂടെ പറയുകയാണ്. മരിക്കുന്നവരെ പ്രധാനമന്ത്രിയായിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു നെഹ്റു. ശരി, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തത്, ഈ സെർച്ച് കമ്മിറ്റിയിലെ രണ്ടാമത്തെ അംഗമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഇന്ത്യയിൽ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേൽ. ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? അമിത്ഷാ. ഏതൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു? ആഭ്യന്തര വകുപ്പും സഹകരണവും അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത് നിത്യയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ലോകസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ലോകസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടണമെങ്കിൽ ലോക്സഭാ സീറ്റിന്റെ 10% കിട്ടിയിരുന്നു അല്ലേ? 10% കിട്ടിയാലേ ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. ഇപ്പോ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലം ഏതാണ്? രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലം റായ്ബറേലിയാണ്. റായ്ബറേലി പണ്ട് ആരുടെ മണ്ഡലമായിരുന്നു? സോണിയാഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ രാജീവ് ഗാന്ധി മത്സരിച്ച മണ്ഡലം ഏതായിരുന്നു? അമേധി മണ്ഡലം. എല്ലാം ഉത്തർപ്രദേശ് തന്നെയാണ്. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇത് ഞങ്ങൾ ക്ലാസ്സിൽ ഇതുപോലെ സംസാരിച്ചതാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, ജവഹർലാൽ നെഹ്റു സ്ഥിരമായി ഉത്തർപ്രദേശിൽ നിന്നാണ് ലോകസഭയിലേക്ക് ജയിക്കുന്നത്. ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ഫുൽപൂർ മണ്ഡലം അല്ലേ? ഫുൽപൂർ മണ്ഡലം. അത് PSC ഒരു മാർക്കാണ്. PSC ഒരു മാർക്കാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ശരി, ഇനി അടുത്ത് അപ്പൊ ലോക്സഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കിട്ടി. രാജ്യസഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാജ്യസഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുന ഖർഗെ. അദ്ദേഹം ഏത് സ്റ്റേറ്റുകാരനാണ്? കർണാടകക്കാരനാണ്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? മല്ലികാർജുന ഖാർഗെയാണ്. ശരിയല്ലേ? ശരി, അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കുകയാണ്. നിത്യ, ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് നോക്കണം. 324 മുതൽ 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. പാർട്ട് 15 ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 15 ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയപ്പോഴത്തേക്ക് 22 പാർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് 25 പാർട്ടുണ്ട്. ഈ 25 പാർട്ടുകളുണ്ട്. അതിൽ 22 പാർട്ടാണ് തുടക്കത്തിലുള്ളത്. മഹാത്മാഗാന്ധി പറഞ്ഞു ഓരോ പാർട്ടിനും ഓരോ ചിത്രം കൂടി കൊടുക്കണം. ഓരോ പാർട്ടിനും ഓരോ ചിത്രം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ 22 പാർട്ടിന് 22 ചിത്രങ്ങൾ കൊടുക്കണം. ആ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസ് തന്നെയാണ്. നന്ദലാൽ ബോസ് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാണ് നന്ദലാൽ ബോസ്. അദ്ദേഹത്തിന്റെ മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ മറ്റു ചിത്രങ്ങളാണ് സാദി, ഉപ്പ് സത്യാഗ്രഹത്തിലെ ഗാന്ധിജിയുടെ ചിത്രം, ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇതൊക്കെ നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങളാണ്. എന്തായാലും ഈ 22 പാർട്ടിൽ ഓരോ ചിത്രം വേണം എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ് പറഞ്ഞതെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി അഞ്ചുവിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇലക്ഷൻ കമ്മീഷനിൽ ഇപ്പം 3 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഉള്ളതെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ സമ്മതിക്കുന്നു. ഈ 324 മുതൽ 329 വരെ ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ആണെന്ന് നിത്യ പറഞ്ഞു. ഈ 326 പ്രത്യേകത ഒന്ന് വിവരിച്ചു കൊടുക്കാമോ? ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 326. ശരി. മുൻപ്, അതായത് 1989 മുൻപ് വരെ ഈ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. എന്നാൽ 61ാം ഭരണഘടനാ ഭേദഗതി 1989 പ്രകാരം രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? ഈ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി കുറച്ചു. അങ്ങനെ ഇലക്ഷൻ കമ്മീഷന്റെ വർക്ക്ലോഡ് എന്ത് ചെയ്തു? കൂടി.
അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ എത്ര പേരാക്കി? ഒന്നിൽ നിന്നും 3 പേരാക്കി. 1989 വരെയും ഇലക്ഷൻ കമ്മീഷനിൽ ഒരു അംഗം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകാംഗ കമ്മീഷൻ ആയിരുന്നു. എന്നാൽ 89-ൽ ഈ 61-ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിലൂടെ ഇലക്ഷൻ കമ്മീഷന്റെ വർക്ക് ലോഡ് കൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഏകാംഗ കമ്മീഷൻ എന്നുള്ളത് എന്താക്കി? 3 പേരുള്ള കമ്മീഷണറാക്കി മാറ്റി. ഇലക്ഷൻ കമ്മീഷനിൽ 1989 മുതൽ 3 പേരാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിത്യ, ആർട്ടിക്കിൾ 326 പ്രത്യേകത എന്താ? ആർട്ടിക്കിൾ 326 പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 326 പറയുന്നത്. ഈ 326 എന്നാണ് ഭേദഗതി ചെയ്തത്? 326 ഭേദഗതി ചെയ്യുന്നത് 1989-ലാണ്. 61-ാം ഭേദഗതി 1989-ലാണ് ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്യുന്നത്. ആർട്ടിക്കിൾ 326 ആദ്യം കിടന്ന് 21 വയസ്സായിരുന്നു വോട്ടവകാശം. ഇപ്പൊ എത്രയാക്കി മാറ്റി? 18 വയസ്സാക്കി മാറ്റി. അത് ഞാൻ സമ്മതിച്ചു. പ്രായപൂർത്തി വോട്ടവകാശത്തിൽ 18 വയസ്സാക്കിയതിനു ശേഷം ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുന്നത് മണിപ്പൂരിലാണ്. അത് വളരെ പ്രധാനപ്പെട്ടാണല്ലേ. മണിപ്പൂരിലാണ് ആദ്യം ഇലക്ഷൻ നടന്നത്. ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി, ഹിമാചൽ പ്രദേശുകാരനാണ്. ഇത് എത്ര ലോക്സഭയാണ്? 18-ാം ലോക്സഭ. 18-ാം ലോക്സഭയാണ്. 18-ാം ലോക്സഭയാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കി വെച്ചേക്കും. ശരി, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചെറിയ അഡീഷൻ കൂടെ നടത്തേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എത്രാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്? 26-ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. നോക്കേ, ഇതെല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണല്ലോ, ഇല്ലേ? എല്ലാ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവർക്ക് മനസ്സിലാവണം ഇവിടുത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അഞ്ജുവിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അഞ്ജു, ഇന്ത്യയിലെ 1ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ 1ാമത്തെ ഇലക്ഷൻ കമ്മീഷനാണ് സുകുമാർ സെൻ. 2ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ? 2ാമത്തെ ഇലക്ഷൻ കമ്മീഷനാണ് കല്യാണ സുന്ദരം. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷണർ ഇരുന്നത്. കല്യാണ സുന്ദരം. ഈ 9ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? VS രമാദേവി. ആദ്യത്തെ വനിതയും ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ആളും VS രമാദേവിയാണ്. 10ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്. യഥാർത്ഥ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? TN ശേഷൻ. ഇലക്ഷനിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്താണ് അദ്ദേഹത്തിന്റെ കാലത്താണ് വമ്പിച്ച മാറ്റങ്ങൾ വരുത്തിയത്. മലയാളിയാണ്, നമുക്ക് മലയാളിയായിട്ടുള്ള ആളാണ് TN ശേഷൻ. പക്ഷെ പ്രസിഡന്റ് ഇലക്ഷൻ മത്സരിച്ച് അദ്ദേഹം ജയിച്ചില്ല. അത് നമുക്ക് പിന്നീട് പരിശോധിക്കേണ്ടതാണ്. നോക്കൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് 26ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ KS ചോദിച്ച ക്വസ്റ്റ്യൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ചോദിച്ച ക്വസ്റ്റ്യൻ, അവസാനത്തെ 4 ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻമാരെ എഴുതാനാണ്. ഓർമ്മയുണ്ടോ ആ ക്വസ്റ്റ്യൻ? അന്ന് നമ്മൾക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടായി. ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 4 ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ഒന്ന് പറയാമോ? അഞ്ചു, ആ ബോർഡിൽ ഒന്ന് എഴുതാമോ? 23ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ. 23ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. 24ാമത്തേത് സുശീൽ ചന്ദ്ര. 24ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. 25 രാജീവ് കുമാർ. 26ാമത്തെയാണ് ജ്ഞാനേഷ് കുമാർ. ഇത് നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയാണോ പഠിക്കുന്നത്? നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൽ ഇങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിങ്ങൾ അല്പം വിശാല അടിസ്ഥാനത്തിൽ പഠിച്ചാലേ നമുക്കൊരു തൊഴിൽ നേടിയെടുക്കാൻ പറ്റുള്ളൂ. 23ാമത്തേത് സുനിൽ അറോറയാണ്. 24ാമത്തേത് സുശീൽ ചന്ദ്രയാണ്. 25ാമത്തേത് രാജീവ് കുമാറാണ്. 26ാമത്തേത് ജ്ഞാനേഷ് കുമാറാണ്. 1ാമത്തേത് സുകുമാർ സെന്നാണ്. 2ാമത്തേത് കല്യാൺ സുന്ദരമാണ്. ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷണറായിട്ടിരുന്നത് കല്യാൺ സുന്ദരമാണ്. 9ാമത്തേത് VS രമാദേവിയാണ്. ആദ്യത്തെ വനിതയാണ്. അതുപോലെ ഏറ്റവും കുറച്ചു കാലം ഇലക്ഷൻ കമ്മീഷണറായിട്ടിരുന്നത് VS രമാദേവിയാണ്. ഈ 10ാമത്തേത് TN ശേഷനാണ്. ആദ്യത്തെ മലയാളിയാണ്. ശരി, നമ്മൾ ഈ പറഞ്ഞ കുട്ടികൾക്ക് പിടിക്കുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മളിനി ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ പച്ചയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് സംസാരിച്ചത് അത്രയും കുറിച്ച് വെച്ചേക്കുകയാണ്. ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഇവിടെ സംസാരിച്ചത് അത്രയും ഇവിടെ കുറിച്ച് വെച്ചേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാൻ പോവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ചോദ്യം ചോദിച്ച് ഞാൻ തന്നെയാണ് ഉത്തരം പറഞ്ഞത് ക്ലാസ്സിൽ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിത്യ, ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻസ് ഏതൊക്കെ എന്ന് താൻ പറയും. അതിൻ്റെ പ്രത്യേകതകൾ പിന്നീട് അഞ്ചു സംസാരിക്കും. അങ്ങോട്ട് നോക്കിയിട്ട് വേണം സംസാരിക്കാം. നിർത്തി സംസാരിക്കണം. നിത്യക്ക് സ്പീഡ് അല്പം കൂടുതലാണെന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. നമുക്ക് സ്പീഡ് ഒന്ന് കുറയ്ക്കണം, വേണ്ടേ? ഓക്കെ, പഠിക്കുന്നതിൽ സ്പീഡ് കൂട്ടിക്കോളൂ. ശരി, പറഞ്ഞു.
കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷനാണ്. പ്രസിഡന്റ് ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. പ്രസിഡന്റ് ഇലക്ഷൻ. രണ്ടാമത്തത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ. പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ. ഇനി ലോക്സഭ ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ, ലോക്സഭ ഇലക്ഷൻ. ഇനി അടുത്തത് രാജ്യസഭ ഇലക്ഷൻ നടത്തുന്നതും എന്താണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി അടുത്തത് സംസ്ഥാന നിയമസഭ ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻ നടത്തുന്നതും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി 6 ഇലക്ഷനാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭ ഉള്ളിടത്തും ഇലക്ഷൻ നടത്തുന്ന ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഈ വളരെ വ്യക്തമായിട്ടാണ് ഈ കുട്ടി സംസാരിച്ചത്. ക്ലാസ്സിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചതാണ്. ഇനി അഞ്ജുവിനെ സംബന്ധിച്ച് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ നിത്യ പറഞ്ഞ ഇലക്ഷൻസിന്റെ പ്രസിഡന്റ് ഇലക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത്, ഒന്ന്. വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ആരൊക്കെയാണ് വോട്ടേഴ്സ്, നിയമസഭ ഇലക്ഷൻ എങ്ങനെയാണ്, അതിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്, അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ നിയമിക്കുന്നത് ആരാണ്, ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കേണ്ടത് എപ്പോഴൊക്കെയാണ്, ഈ വക കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചത് A to Z പറയുകയാണ്. പ്രസിഡന്റ് ഇലക്ഷനിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് പ്രസിഡന്റ് ഇലക്ഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. 15,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത് 15,000 രൂപയാണ്. ഈ പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ ഇലക്ട്രൽ കോളേജ്, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും രാജ്യസഭയിലെയും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. കാരണം നമ്മുടെ രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന 12 പേരുണ്ട്. അവർക്ക് എന്താണ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ടവകാശം ഇല്ല. അപ്പൊ അത് സമ്മതിച്ചു. ഇനി വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിൽ എത്ര പേർക്ക് വോട്ടവകാശം ഉള്ളത്? ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ 245 പേർക്ക് വോട്ടവകാശമുണ്ട്. ലോക്സഭയിലെ 543 പേർക്കും വോട്ടവകാശമുണ്ട്. ശരി, അപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയി. ഇനി നിയമസഭാ ഇലക്ഷനാണ്. ഇന്ത്യയിൽ എത്ര നിയമസഭകളുണ്ട്? ഇന്ത്യയിൽ 28 നിയമസഭ, സ്റ്റേറ്റുകളിൽ 3 കേന്ദ്രഭരണ പ്രദേശം. അപ്പൊ 31 നിയമസഭാ ഇലക്ഷൻ നടത്തണം. ആ 31-ൽ 3 എന്നുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിലവിലുള്ള നിയമസഭകളാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ എവിടെയൊക്കെയാണ് നിയമസഭയുള്ളത്? പുതുച്ചേരി, ഡൽഹി, ജമ്മു കാശ്മീർ. ശരിയല്ലേ? ശരി. ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് ഇവിടെ എന്തോ പറയുന്നത്, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻ നടത്തുന്നതും അത് പറഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പറയാം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് അങ്ങനെയാണ്. 28 സ്റ്റേറ്റുകളിൽ 28 ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. എന്നാൽ 6 സ്ഥലങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടിയുണ്ട്. രാജ്യസഭയും ലോക്സഭയും പോലെ സ്റ്റേറ്റുകളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ കൂടിയുണ്ട്. ആ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള 6 സ്റ്റേറ്റുകളാണുള്ളത്. അതിലൊരെണ്ണം എന്ന് പറയുന്നത് കർണാടക. അതൊന്ന് വരച്ചു കാണിക്കണം നല്ലതാണ്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇയാൾ വരയ്ക്കുമ്പോൾ നമുക്ക് വേറെ പറയാം. എന്താ 6 സ്റ്റേറ്റുകളാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒരുമിച്ചുള്ളത്. ശരി. മൗലികാവകാശങ്ങൾ എത്രയാ? മൗലികാവകാശങ്ങൾ 6 ആണ്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ എത്ര? സ്വാതന്ത്ര്യങ്ങൾ 6 ആണ്. റിട്ട് എത്ര? റിട്ട് 5 ആണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ പാർട്ടികൾ എത്ര? നിലവിൽ വരുന്ന സമയത്ത് പാർട്ടികൾ 22 ആണ്. ഇപ്പൊ 25 പാർട്ടുണ്ട്. നിലവിൽ വരുമ്പോൾ ഷെഡ്യൂൾ എത്ര? ആദ്യം ഷെഡ്യൂൾ 8 ആണ്. ഇപ്പൊ 12 ഷെഡ്യൂൾ ഉണ്ട്. ശരിയല്ലേ? ശരി, നമുക്ക് ഇത് കഴിഞ്ഞല്ലോ, കളിച്ചോ. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സ്റ്റേറ്റുകൾ എത്ര? 6 ആണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അവിടെ നമ്മള് കേരളത്തില് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, അത് MLA മാരെന്നാണ് പറയുന്നത്. ഇവിടുത്തെ അതിന്റെ മെമ്പേഴ്സിന് MLA മാർ. അതേസമയം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ പറയുന്നത് എങ്ങനെയാണ്? MLC, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അവരുടെ കാറിൽ MLC എന്നാണ് എഴുതിക്കൊണ്ട് പോകുന്നത്. ശരി, അതൊന്ന് കാണിച്ചു കൊടുക്കണം, അവിടെ പറഞ്ഞു കൊടുക്കണം, അവിടെ ഒന്ന് വിവരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് 6 സ്റ്റേറ്റുകളിലാണെന്ന് നമ്മൾ പറഞ്ഞു. അത് 6 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. അത് ഒരേ വരിയിൽ കിടക്കുന്ന 3 എണ്ണം. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. പിന്നെ ഉള്ള 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് മഹാരാഷ്ട്ര, പിന്നെ ഉള്ളത് ഹിമാലയത്തിന്റെ ഇവിടെ കിടക്കുന്ന ഉത്തർപ്രദേശും ബീഹാറും. അങ്ങനെ 6 ലെജിസ്ലേറ്റീവ് കൗൺസിലുകളാണ് ഉള്ളത്. അതിലൊന്ന് കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ. അപ്പോൾ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സ്റ്റേറ്റുകളിൽ കടൽ തീരമുള്ള സ്റ്റേറ്റുകളാണ് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. 3 കടൽ തീരമുള്ളത്. മഹാരാഷ്ട്രയും കർണാടകയും അറബിക്കടലിന്റെ തീരത്തും ആന്ധ്രാപ്രദേശ് ബേ ഓഫ് ബംഗാളിന്റെ തീരത്തും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 6 സ്റ്റേറ്റുകളുടെ രൂപീകരണ വർഷം കൂടെ ഒന്ന് പറയാം.
കർണാടക രൂപീകരിച്ചത് 1956 നവംബർ 1-നാണ്. മഹാരാഷ്ട്ര രൂപീകരിച്ചതും 1956 നവംബർ 1-നാണ്. ഈ ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചതും 1956 നവംബർ 1-നാണ്. ഉത്തർപ്രദേശും ബീഹാറും രൂപീകരിച്ചതും 1956 നവംബർ 1-നാണ്. തെലങ്കാന രൂപീകരിച്ചത് 2014-ലാണ്. തെലങ്കാന 2014. ഇതിൽ തെലങ്കാന ഒഴിച്ച് ബാക്കി 5 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് 1956 നവംബർ 1-നാണ്. നവംബർ 1-ന് മൊത്തം സ്റ്റേറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര ഉണ്ടായി? ആകെ 14 സ്റ്റേറ്റുകളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 നവംബർ 1-ന് രൂപീകരിക്കുന്നത്. അത് പറഞ്ഞ കറക്റ്റാണ്. ഇനി ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കാരണം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ പറയുന്നത് ഇലക്ഷനെ കുറിച്ചാണ്. അപ്പോൾ അത് ശരിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അടുത്തത്, ഇലക്ഷൻ കമ്മീഷണേഴ്സിന് തുല്യ ഉത്തരവാദിത്വവും ശമ്പളവും ആനുകൂല്യങ്ങളുമാണുള്ളത്. ശരിയാണോ തെറ്റാണോ? എല്ലാ ഇലക്ഷൻ കമ്മീഷണേഴ്സും ഒരേപോലെയാണ്. ഇലക്ഷൻ കമ്മീഷണേഴ്സിനുള്ള ശമ്പളം സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമാണ്. ശരിയാണ്. ശരി. സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നത് പോലെയാണ് ആരെയും പുറത്താക്കുന്നത്? ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും പുറത്താക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇംപീച്ച്മെന്റ് വഴിയാണ് പുറത്താക്കുന്നതെന്ന് മനസ്സിലാക്കുക. ശരി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഡൽഹിയിലാണ് അതിന്റെ ആസ്ഥാനത്തിന്റെ പേരെന്താണ്? നിർവാചൻ സദൻ. ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു ഇല്ലേ? ഈ സംസ്ഥാന ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്രത്തിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ. അതിപ്പോ എല്ലാ സ്റ്റേറ്റുകളിലും ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സ് കാണും അല്ലേ? ഈ ചീഫ് ഇലക്ടറൽ ഓഫീസാണ് സംസ്ഥാനത്തിന്റെ ഇലക്ഷൻ നേതൃത്വം കൊടുക്കുന്നത്. ശരിയല്ലേ? അത് രാജ്യസഭ ഇലക്ഷൻ ആയാലും ലോക്സഭ ഇലക്ഷൻ ആയാലും ഏതായാലും ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു കേൽക്കർ. രത്തൻ യു കേൽക്കർ. KELKAR. കേൽക്കർ. ശരി. അങ്ങനെയാണെങ്കിൽ ജില്ലകളിൽ ഇലക്ഷൻ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. എന്നാൽ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറാണ്. അത് 243K 73ാം ഭരണഘടനാ ഭേദഗതി. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. ഈ 140 നിയോജക മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. MLA നിയോജക മണ്ഡലങ്ങൾ. അവിടെ റിട്ടേണിംഗ് ഓഫീസേഴ്സിനെ നിയമിക്കുന്ന ആരാണ്? റിട്ടേണിംഗ് ഓഫീസറിനെ നിയമിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ഇനി നിങ്ങളും ഞാനൊക്കെ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ആ പോളിംഗ് ബൂത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസർ. ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ നിയമിക്കുന്ന ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ നിയമിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ശരി, ഞാൻ സമ്മതിച്ചു. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനോടനുബന്ധിച്ച് ഒരു ക്ലാസ് ആകുമ്പോഴത്തേക്ക് വേറെയും ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ്റെ നമ്മൾ ഈ ക്ലാസ് പറഞ്ഞതല്ലേ പറയാൻ നോക്കുള്ളൂ അല്ലേ? നമ്മളിവിടെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ അത് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫൈനാൻസ് കമ്മീഷൻ, ഇത് ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ പറഞ്ഞപ്പോൾ ഞാൻ 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചു. ആർട്ടിക്കിൾ 280 എന്താണ്? ഫിനാൻസ് കമ്മീഷനെ കുറിച്ച്, ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയാം. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കൂ. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280. 5 വർഷത്തേക്ക് ആരാ നിയമിക്കുന്നത്? 5 വർഷത്തേക്കാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ 1951 KC നിയോഗിയായിരുന്നു അധ്യക്ഷൻ. ഇപ്പോഴത്തെ 16ാം ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് 15ാം ധനകാര്യ കമ്മീഷനാണ്. 15ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ് അല്ലേ? ശരി, സമ്മതിച്ചു. UPSCയുടെ ആർട്ടിക്കിൾ ഏതാണ്? UPSCയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 315 ആണ്. ഇപ്പോഴത്തെ UPSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രീതി സുധനാണ്. അതെ, പ്രീതി സുധൻ. ഇത് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞതെല്ലാം പറയുകയാണ്. അപ്പോൾ ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഒരു ക്ലാസ്സിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ ധാരാളം പേര് ഇരിക്കും. അങ്ങനെ സംസാരിച്ചതാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. GST കൗൺസിൽ എത്ര പേരുണ്ടെന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചു.
GST കൗൺസിൽ ആകെ 33 പേരാണ് ഉള്ളത്. ശരി, ആരൊക്കെയാണ് ഈ 33 പേർ? 33 ഉണ്ട്. നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ 28+3+2 ആക്കി നമുക്ക് തിരിക്കാം. ശരി. അതിൽ 2 എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷനും ധനകാര്യ മിനിസ്റ്റർ മന്ത്രി, കേന്ദ്ര ധനകാര്യ മന്ത്രിയും പിന്നെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ്, സഹമന്ത്രിയാണ്. ധനകാര്യ സഹമന്ത്രിയാണ്. അതെ, സഹമന്ത്രി ആരാണ്? പങ്കജ് ചൗധരി. പങ്കജ് ചൗധരി PSC പരീക്ഷയ്ക്ക് 1 മാർക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ധനകാര്യ സഹമന്ത്രി ആരാണ്? പങ്കജ് ചൗധരി, PSC 1 മാർക്ക്. അപ്പൊ 2 പേര് ശരിയായി. GST കൗൺസിലില് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും സഹമന്ത്രിയും 2 പേര്. പിന്നെ 28 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിമാർ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന ഒരു മന്ത്രി. അപ്പൊ 28 2 30. ഇനി 3 പേരെന്ന് പറയുന്നത് നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന ഒരു വ്യക്തിയോ. അങ്ങനെ 33 പേരാണ് GST കൗൺസിലുള്ളത്. GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ ഏതാണ്? GST കൗൺസിലിന്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 279A. 279A. ഈ GST കൗൺസിലൊക്കെ വന്നത് ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് കേട്ടിട്ടുണ്ട്. ക്ലാസ് ഞാൻ പറഞ്ഞതാണ്, പറയൂ. 101 ഭേദഗതി പ്രകാരമാണ് GST കൗൺസിൽ വരുന്നത്. 101 ഭേദഗതി 2016 വരുന്നത്. ശരിയല്ലേ? GST ടാക്സ് റേറ്റുകൾ ഏതൊക്കെയാണ്? സ്ലാബ് എന്ന് പറയുന്നത് 0%, 5%, 12%, 18%, 28% ആണ് വരുന്നത് അല്ലേ? ശരി, അത് ഞാൻ നിങ്ങൾക്ക് അവിടെ സംസാരിച്ചത്. നിങ്ങൾക്ക് പിതാവ് എന്നറിയപ്പെടുന്നത് AB വാജ്പേയിയാണ്. GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് AB വാജ്പേയിയാണ്. GSTയുടെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. മലയാളം എന്താണ്? ചരക്ക് സേവന നികുതി. ചരക്ക് സേവന നികുതി. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഒരു 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഒന്ന് കുറിച്ചോണം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വിവരിക്കണം. ഞാൻ പറഞ്ഞത് ആർട്ടിക്കിൾ 338 ചോദിച്ചു, 338A ചോദിച്ചു, 338B ചോദിച്ചു, 341 ചോദിച്ചു, 342 ചോദിച്ചു. ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ 543 പേരിൽ എത്ര SC MPമാരുണ്ട്, എത്ര ST MPമാരുണ്ട് ചോദിച്ചു. അപ്പോൾ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ക്ലാസ്സിൽ ഇരുന്ന കാര്യങ്ങൾ പറയണം. ക്ലാസ്സിലിരുന്ന ഒരു കുട്ടി ചോദിച്ചു, സാർ അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയിൽ എത്ര SC ST? ഓർമ്മയുണ്ടല്ലോ ആ ചോദ്യം ചോദിച്ചത്? കേരള നിയമസഭയിൽ എത്ര SC ST ഉണ്ട്? അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പറയും. ഇത് പറയുമ്പോഴത്തേക്ക് ലോകസഭയിലേക്കുള്ള മൊത്തം SC MPമാരിൽ എത്ര പേര് കേരളത്തിൽ നിന്ന് മണ്ഡലമേത്? ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് എനിക്ക് ഒരു പരീക്ഷണമാണ്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. ദേശീയ പട്ടിക ജാതി കമ്മീഷൻ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338. എന്നാൽ ആർട്ടിക്കിൾ 338A പറയുന്നത് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ. പട്ടിക ജാതി കമ്മീഷന്റെ ചെയർമാനാണ് കിഷോർ മക്വാന. അടുത്തത് പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. ശരി ശരി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 338A നിങ്ങൾ പറഞ്ഞു, 338B എന്താണ്? 338B ആണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞതാണ് 338B. ഈ ബാക്ക്വേർഡ് കമ്മീഷൻ വരുന്ന 102 ഭേദഗതി 2018 പ്രകാരമാണ്. 2018 പ്രകാരമാണ് ബാക്ക്വേർഡ് കമ്മീഷൻ വരുന്നത്. 338B. ഇപ്പോഴത്തെ ബാക്ക്വേർഡ് കമ്മീഷന്റെ ചെയർമാനാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ. അവർക്ക് എഴുതിയെടുക്കണം. ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആരാണ് അദ്ദേഹം? ഇപ്പോഴത്തെ ബാക്ക്വേർഡ് കമ്മീഷന്റെ ചെയർമാനാണ്. ആ ബാക്ക്വേർഡ് കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 338B. 338B അല്ലേ? ഇടയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. PSC 1 മാർക്ക് എന്നതിന്റെ ബ്രാക്കറ്റ് 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ഏതെന്നായിരുന്നു ചോദ്യം. 338B. 338B. 338 ഉണ്ട്, 338A ഉണ്ട്, 338B ഉണ്ട്. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? 341 എന്തിനെ കുറിച്ച് പറയുന്നു? ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 341. ആരൊക്കെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 341. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പ്രഖ്യാപിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ്. പാർലമെന്റ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പ്രഖ്യാപിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും പുതിയ ചേർക്കാനോ ഇനി അതിലുള്ളതിനെ മാറ്റുകയൊക്കെ ചെയ്യുന്നത് പാർലമെന്റ് ആണ്. ശരി. അടുത്തത് 342. ആർട്ടിക്കിൾ 342 പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബിനെ പറ്റി, അതായത് പട്ടിക വർഗ്ഗക്കാരെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 342. ഇവരെ ഈ ഹരിജൻ എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്.
ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ രൂപീകരിച്ചതാരാണ്? ബി ആർ അംബേദ്കർ. 1942 ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ബി.ആർ. അംബേദ്കർ ആണ് രൂപീകരിക്കുന്നത്. എഴുതിയെടുക്കണ്ടേ? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ രൂപീകരിക്കുന്നത് 1942. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ 1942 അംബേദ്കർ ആണ് രൂപീകരിക്കുന്നത്. ഹരിജൻ എന്ന പദം ആദ്യമായിട്ട് ഹരിജൻ എന്നത് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. എന്നാൽ ഹരിജൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജ്യോതിറാവ് ഫുലെയാണ്. ജ്യോതിറാവ് ഫുലെ. സത്യശോധക സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവ് ഫുലെയാണ്. 1873 സത്യശോധക് സമാജ്. ഇനി അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ ഉണ്ട്, നല്ല ഇടയ്ക്ക് കയറിയാവുന്ന പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവസാനം സെൻസസ് നടന്ന 2011 ശരിയല്ലേ? അവസാനത്തെ സെൻസസിന് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 16% ഷെഡ്യൂൾഡ് കാസ്റ്റുകാരാണ്, 8% ട്രൈബുണ്ട്. അപ്പൊ 16ന്റെ പകുതി 8 എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനിയിപ്പോ 2011 ശേഷം സെൻസസ് നടന്നിട്ടില്ല അല്ലേ? എന്നാലേ പുതിയ ഡാറ്റ നമുക്ക് കിട്ടുള്ളൂ. ശരി, നിയമസഭയിലേക്ക് 140 MLA-മാരാണുള്ളത്. ഈ 140 MLA-മാരിൽ എത്ര SC എത്ര ST? 14 SC 2 ST. ആരൊക്കെയാണ് ST? ST എന്ന് പറയുന്നത് മാനന്തവാടി സുൽത്താൻ ബത്തേരിയാണ്. മാനന്തവാടിയുടെ MLA മന്ത്രിയും ആരാണ്? OR കേളു. അടുത്തത് സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണൻ. ഇതും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കാണും, ശരിയല്ലേ? ഇനി അതിന് മിച്ചമുള്ള ക്വസ്റ്റ്യൻ ഏതാ? ക്ലാസ്സിൽ പറഞ്ഞതിൽ എല്ലാ ക്വസ്റ്റ്യനുമാണ്. ഇനി ക്ലാസ്സിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ വിട്ടുപോയി. ഇന്ത്യയിലെ ദേശീയ പാർട്ടികൾ എത്ര? ഓർമ്മയുണ്ടോ? ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോഴും നിങ്ങൾ പലരും വിളിച്ചു പറയുന്നത് കേട്ടു. ഇവിടെ വിളിച്ചു പറയുന്ന സംവിധാനമില്ല. വിളിച്ചു പറയുന്ന ആൾ അപ്പോൾ പുറത്താണ്. വിളിച്ചു പറയുന്ന ഒരു ട്രിക്കാണ്, ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ട്രിക്കാണ് വിളിച്ചു പറയുക എന്നുള്ളത്. ഇവിടെ വിളിച്ചു പറയാൻ പറ്റില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ദേശീയ പാർട്ടികൾ ആരൊക്കെയാണ്, ഏതൊക്കെയാണ് ദേശീയ പാർട്ടികളെന്ന് ആദ്യം നിത്യം പറയുക. ദേശീയ പാർട്ടികൾ ആകെ 6 ദേശീയ പാർട്ടികളാണ് ഉള്ളത്. ദേശീയ പാർട്ടികൾ ആകെ 6. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPIM, AAP, ആം ആദ്മി പാർട്ടി, അതാണ് ആം ആദ്മി പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി NPP, നാഷണൽ പീപ്പിൾസ് പാർട്ടി, BSP. ശരി, ദേശീയ പാർട്ടികൾ 6 പറഞ്ഞു. ഇനി 5 പറയാനുള്ളത് ഈ ദേശീയ പാർട്ടികളുടെ നേതൃത്വം കൊടുക്കുന്ന ആള്, അടയാളം, അത് അതിൻ്റെ ദേശീയ പാർട്ടി ആയുള്ള പ്രത്യേകത എന്താണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് അല്ലേ? 6 ദേശീയ പാർട്ടികൾ ഉണ്ടെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തു. ഈ ദേശീയ പാർട്ടികളിൽ നിന്ന് 3 എടുത്തു കളഞ്ഞത് ഏതൊക്കെയാണ്? തൃണമൂൽ കോൺഗ്രസ്, CPI, NCP. 3 എടുത്തു കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ മാനദണ്ഡം അനുസരിച്ച് അവർക്ക് ദേശീയ പാർട്ടി ആവാനുള്ള യോഗ്യതയില്ല. ആ യോഗ്യത നമ്മൾ പിന്നെ പരിശോധിക്കും അല്ലേ? ശരി, ഇനി BJP പോലെ തുടങ്ങും. ഇന്ത്യയിൽ ഇന്നത്തെ ഏറ്റവും വലിയ പാർട്ടി അത് തന്നെയാണ്, BJP തന്നെയാണ്. ഡൽഹിയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയെന്നറിയാമോ? കിട്ടിയില്ല. കഴിഞ്ഞ ഇലക്ഷനോ? കിട്ടിയില്ല. അതിന്റെ ഇലക്ഷനോ? കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കോൺഗ്രസിന് ഡൽഹിയിൽ 0 സീറ്റാണ്. CPM-ന് 0 സീറ്റാണ്. അവിടെ ഒന്ന് പറഞ്ഞേക്കാം, CPM-നും 0 സീറ്റാണ്. കോൺഗ്രസിന് 3 0 കിട്ടി. എന്താ? ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. BJP നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. BJPയുടെ അടയാളമാണ് താമര എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ BJPയുടെ അധ്യക്ഷനാണ് JP നദ്ദ. JP നദ്ദ ഏതൊരു മന്ത്രിയുടെ അല്ലേ? അതെ, ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് JP നദ്ദ. ക്യാബിനറ്റ് മന്ത്രിയാണ്. അടുത്ത കോൺഗ്രസ് ദേശീയ പാർട്ടിയായ ഒന്നാണ് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന്റെ അടയാളം എന്ന് പറയുന്നത് കൈപ്പത്തിയാണ്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മല്ലികാർജുന ഖാർഗെ. അദ്ദേഹം കർണാടകക്കാരനാണ്. CPIM ആണ്. അതിന്റെ അടയാളം എന്ന് പറയുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഇപ്പോഴത്തെ അധ്യക്ഷൻ പ്രകാശ് കാരാട്ടാണ്. അടുത്തത് AAP, ആം ആദ്മി പാർട്ടി. അടയാളം ചൂലാണ്. ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോ ഡൽഹിയിലെ ഇലക്ഷൻ നടന്നതേ ഉള്ളൂ. ഇലക്ഷൻ നടന്ന് ഇപ്പൊ രേഖ ഗുപ്ത ഡൽഹിയുടെ ഇന്നലെയാണ് അവര് സത്യപ്രതിജ്ഞ ഇന്നാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെയുള്ള വനിതാ മുഖ്യമന്ത്രിയാണ് തൊട്ടു മുമ്പുള്ള അതിഷി മർലേന. 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിലെ രേഖ ഗുപ്ത. ശരി. അടുത്ത ആളെന്ന് പറയുന്നത് BSPയുടെ അടയാളം എന്ന് പറയുന്നത് ആന അടയാളമാണ്. ബഹുജൻ സമാജ് പാർട്ടി. അതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് മായാവതി. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട് കേട്ടോ മായാവതി. അത് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് BSP. പിന്നെ ഉള്ളത് NPP, നാഷണൽ പീപ്പിൾസ് പാർട്ടി. മേഘാലയയിലാണ്. ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അടയാളം പുസ്തക അടയാളം. ഇനി ഈ ദേശീയ പാർട്ടി ആയാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ദേശീയ പാർട്ടി ആയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യ മുഴുവനും ഒരു ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റും. പിന്നെ ദേശീയ പാർട്ടി ആവുന്നത് വഴിയിട്ട് അവർക്ക്
ഡൽഹിയിൽ ഒരു ഇലക്ഷൻ ഓഫീസ് കിട്ടും. ഒരു ആസ്ഥാനം, ഇലക്ഷൻ ഓഫീസ് അല്ല, പാർട്ടി ഓഫീസ് കിട്ടും. സർക്കാർ ചെലവിൽ പാർട്ടി ഓഫീസ് കിട്ടും. അടുത്തത് 40 സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ വെക്കാം. 40 സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ വെക്കാം. ആ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ ചെലവ് രാഷ്ട്രീയ ഈ ഇലക്ഷൻ മത്സരിക്കുന്ന ആളുടെ പേര് ചേർക്കില്ല. സ്റ്റാർ ക്യാമ്പയിനേഴ്സ്. സ്റ്റേറ്റ് പാർട്ടിക്ക് 20 പേര് വയ്ക്കാം. സ്റ്റാർ ക്യാമ്പയിനേഴ്സ്. ശരി, അടുത്തത് ആകാശവാണിയിലും ദൂരദർശനിലും ഒക്കെ സംസാരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പിന്നെ വോട്ടർ പട്ടികയൊക്കെ 2 സെറ്റ് സൗജന്യമായിട്ടൊക്കെ കിട്ടും ദേശീയ പാർട്ടി ആണെങ്കിൽ. അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ ദേശീയ പാർട്ടി ആയതുകൊണ്ട്. ഇനി അടുത്ത ഇതിലെ കാതലായ ക്വസ്റ്റ്യൻ, അതൊരു IAS ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ക്വസ്റ്റ്യനാണ്. റെയിൽവേയുടെ ക്ലാസ് തുടങ്ങുന്നുണ്ട്, നാളെ എന്നോട് തുടങ്ങുന്നില്ലേ റെയിൽവേയുടെ ക്ലാസ്? റെയിൽവേയുടെ ക്ലാസ് ആദ്യം എടുക്കുന്നത് നിത്യയാണ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനോടുകൂടിയാണ് നമ്മുടെ റെയിൽവേയുടെ ക്ലാസ് ആരംഭിച്ചത്. മാത്സിന്റെ ക്ലാസ് ആരംഭിച്ചു തുടങ്ങി, റെയിൽവേയുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ബുദ്ധമതവും ജൈനമതവും വിപ്ലവങ്ങളും എല്ലാം നമ്മൾ ഒരറ്റത്ത് തീർക്കാൻ പോവുകയാണ് റെയിൽവേയുടെ ഒരു സ്പെഷ്യൽ പരിപാടിയാണ് നടക്കുന്നത്. നൈറ്റ് ബാച്ചും ഉണ്ട്, ഡേ ബാച്ചും ഉണ്ട്. ഡേ ബാച്ച് ഫുള്ളാണ്, ഇനി അഡ്മിഷൻ ഇല്ല. നൈറ്റ് ബാച്ചിലേക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റും അല്ലേ? ഡേ ബാച്ചിൽ ഇനി ഒരാളെങ്കിലും ഇരുത്താൻ പറ്റും? എന്നാൽ നമുക്ക് സ്ഥലം കുറവാണ്, ആള് കുറവാണ്, പക്ഷെ അവിടെ ഇരുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അടുത്ത വർഷമേ ഇനി അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും താല്പര്യമുണ്ടോ വരികയാണെങ്കിൽ. ശരി, നൈറ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാം, റെയിൽവേക്കായാലും ഏതിനായാലും. ശരി, നമുക്ക് അടുത്ത് പറഞ്ഞാൽ എന്താ? ഇനി ഇതിന്റെ മാനദണ്ഡം വളരെ ശ്രദ്ധിച്ചു വേണം ഈ ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യാൻ. ഒരു പാർട്ടി ദേശീയ പാർട്ടി ആകണമെങ്കിൽ 3 കണ്ടീഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ ആ പാർട്ടിക്ക് എന്തായി മാറാം? ദേശീയ പാർട്ടിയായി മാറാം. ഒരു കണ്ടീഷൻ മതി, 3 വേണമെന്നില്ല. 3-ൽ ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ദേശീയ പാർട്ടികളായി അംഗീകരിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ് അംഗീകരിക്കുന്നത്, സിമ്പൽ അനുവദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ കോസി ജുഡീഷ്യലാണ്. ശരിയാണ്, തെറ്റാണ്? ശരിയാണ്, കോസി ജുഡീഷ്യൽ. അവിടെ തർക്കങ്ങൾ പരിഹരിക്കുന്നുണ്ടല്ലോ. കോസി ജുഡീഷ്യലാണ് ഇലക്ഷൻ കമ്മീഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അത് എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചോളണം. ശരി, ഒരു പാർട്ടി ദേശീയ പാർട്ടി ആകണമെങ്കിൽ 3 കണ്ടീഷൻസ് വേണം. ആ കണ്ടീഷൻസിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആകെ ലോക്സഭാ സീറ്റ്. ആകെ നമുക്ക് ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ 543 ആണ്. ഈ ആകെ ലോക്സഭാ സീറ്റിന്റെ 2% സീറ്റ് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയാൽ എന്താണ് ആ പാർട്ടി ഒരു ദേശീയ പാർട്ടിയായി കണക്കാക്കും. 3% അല്ല, അപ്പോ 2% ഏകദേശം 543-ന്റെ 11 സീറ്റ്. ദേശീയ പാർട്ടിയാകാനുള്ള രണ്ടാമത്തെ മാനദണ്ഡം എന്താണ്? രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് തൊട്ടു മുൻപ് നടന്ന ഇലക്ഷൻ, അതായത് ലോക്സഭാ ഇലക്ഷനോ നിയമസഭാ ഇലക്ഷനോ, ഈ തൊട്ടു മുൻപ് നടന്ന ഇലക്ഷനിൽ 6% വോട്ട് പോൾ ചെയ്തിരിക്കണം. 4 സ്റ്റേറ്റുകളിൽ നിന്ന് ലഭിച്ചിരിക്കണം. ഒപ്പം 4 ലോക്സഭാ സീറ്റ് ലഭിച്ചിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 4 സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് പാർട്ടി ആയിരിക്കണം. 4 സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് പാർട്ടി ആയിരുന്നാലും പറ്റും. സ്റ്റേറ്റ് പാർട്ടി ആവണമെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് നടന്ന ഇലക്ഷനിൽ 6% വോട്ട് ലഭിച്ചിരിക്കണം. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ്. ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ നിങ്ങളുടെ പാർട്ടിക്ക് എന്തായി മാറാം? ഒരു ദേശീയ പാർട്ടിയായി മാറാം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മതി, ദേശീയ പാർട്ടിയായി മാറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് എൻ്റെ ധാരണ. ഒരു പാർട്ടി ദേശീയ പാർട്ടി ആകണമെങ്കിൽ 543 സീറ്റിന്റെ 2% എന്ന് പറയുന്ന 11 സീറ്റ് 3-ൽ കുറയാത്ത സ്റ്റേറ്റിൽ നിന്ന് ലഭിച്ചിരിക്കണം. ശരിയാണോ, തെറ്റാണോ? രണ്ടാമത്തെ കണ്ടീഷൻ, തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിലോ നിയമസഭാ ഇലക്ഷനിലോ 6% വോട്ട് 4 സ്റ്റേറ്റുകളിൽ നിന്ന് ലഭിക്കുകയും 4 ലോക്സഭാ സീറ്റ് ലഭിക്കുകയും ചെയ്തിരിക്കണം. ശരിയാണോ, തെറ്റാണോ? മൂന്നാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ പാർട്ടി ദേശീയ പാർട്ടി ആകണമെങ്കിൽ 4 സംസ്ഥാനങ്ങളുടെ സംസ്ഥാന പാർട്ടിയായി അംഗീകാരം നേടിയിരിക്കണം. എന്ന് പറഞ്ഞാൽ 6% വോട്ട് ആ സംസ്ഥാനത്തിൽ ലഭിച്ചിരിക്കണം പോൾ ചെയ്തതിന്റെ. ഇതാണ് നിങ്ങൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. ആമേ കറക്റ്റ്? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. 91 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചു. ക്ലാസ്സിൽ എന്തൊക്കെ സംസാരിച്ചതേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ ക്ലാസ്സിൽ സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇവരിത് ചിരിക്കുകയാണ്. ക്ലാസ്സിൽ പറഞ്ഞ എല്ലാം കൂടെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. 91 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്താണ് 91 ഭരണഘടനാ ഭേദഗതി വരുന്നത് 2003-ലാണ്. 91 ഭേദഗതി പറയുന്നത് മന്ത്രിമാരുടെ എണ്ണം സാമാജികരുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നതാണ് 91 ഭരണഘടനാ ഭേദഗതി 2003. ശരിയല്ലേ? അതെ, ശരി. മന്ത്രിമാരുടെ എണ്ണം 15% കൂടാൻ പാടില്ല. ഏത്? ലോക്സഭയുടെ രാജ്യസഭയാണ്? ലോക്സഭയുടെ 15%, നിയമസഭയുടെ 15%. ലോക്സഭയിലാണെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയാണ് ഈ 15% പറയുന്നത്. അപ്പൊ ആകെ ലോക്സഭയിൽ 100 പേരെ ഉണ്ടെങ്കിൽ 15 മന്ത്രിമാരെ ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ. നിയമസഭയിൽ 100 പേരാണെങ്കിൽ 100 MLA-മാരാണെങ്കിൽ 15 മന്ത്രിമാർ ഇൻക്ലൂഡിംഗ് മുഖ്യമന്ത്രി. വളരെ വ്യക്തമാണ്, ഞാൻ സമ്മതിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്
ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റു ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതെ. ഒരു ഉദാഹരണത്തിന് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ്? വെളുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്നത് ലിഥിയം. പ്ലാറ്റിനവും വെളുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്നുണ്ട്. ലിഥിയം അറിയപ്പെടുന്നു. ലിഥിയത്തിന്റെ പിന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ ഒരു ലോഹമാണ്. ശരിയാണല്ലോ, ഭാരം കുറഞ്ഞ ലോഹമാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ബാറ്ററി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഥിയമാണ്. പറയാനുള്ള കാരണം ഈ ലിഥിയം കൂടുതൽ കിട്ടിയ ഒരു സ്ഥലമുണ്ട്. എവിടെയാണത്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല. അവിടെ ഇഷ്ടം പോലെ ഇതിന്റെ സമ്പത്തുണ്ട്. ലിഥിയം ഖനനം ചെയ്തെടുത്താൽ മതി. ഈ ലിഥിയം ഉപയോഗിക്കുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? കാർ ബാറ്ററി ആയി ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ലാപ്ടോപ്പിലെ ബാറ്ററി, അതുപോലെ തന്നെ മൊബൈൽ ഫോണിലെ ബാറ്ററിക്കൊക്കെ ഉപയോഗിക്കുന്നത് ലിഥിയമാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ലോഹമാണ്, ഭാരം കുറഞ്ഞ ലോഹമാണ് അല്ലേ? ശരി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ബാറ്ററി എന്നറിയപ്പെടുന്നത് ലിഥിയമാണെന്ന് പറഞ്ഞു. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലിഥിയം ഡെപ്പോസിറ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ശരിയല്ലേ? ഇത് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും. ലിഥിയം അയോൺ ബാറ്ററി അതും നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാകും. പിന്നീട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു? കൊൽക്കത്തയാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അത് വരുന്നത് 1761 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വരുന്നത്. അതുപോലെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. ശരി. വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഞാൻ ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് 1-2 കൊട്ടേഷൻസ് പറഞ്ഞാണ് ആ ക്ലാസ് അവസാനിപ്പിച്ചത്. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് നല്ല ഓർമ്മയാണ്. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നതാണ് രാഷ്ട്രീയ സ്വരാജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആരാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധിജിയാണ് അങ്ങനെ പറഞ്ഞത്. മഹാത്മാഗാന്ധി. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നതാണ് രാഷ്ട്രീയ സ്വരാജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നിത്യ. നമുക്കെല്ലാവരുടെയും ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും ആര് പറഞ്ഞതാണ്? മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇങ്ങനെ പറഞ്ഞത് ജോൺ ലോക്കാണ്. ഏത് വിപ്ലവം? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് 3 ക്വസ്റ്റ്യൻ ഇടക്കൂടെ ചോദിച്ചോട്ടെ. അത് ക്ലാസ് പറഞ്ഞതല്ല. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. 2 പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആര് പറഞ്ഞതാണ്? ജെയിംസ് ഓട്ടിസ് ആണ് പറഞ്ഞത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. കോമൺ സെൻസ് എന്ന പാംലെറ്റ് ഇറക്കിയത് ആരാണ്? തോമസ് പെയിൻ. ഇതെല്ലാം ഏത് വിപ്ലവമായി ബന്ധപ്പെട്ട? അമേരിക്കൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതെന്നാണ്? 1776 ജൂലൈ 4 അംഗീകരിച്ചതെന്നാണ്? 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് അംഗീകരിക്കുന്നത്. ശരി. അടുത്തത്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ കാര്യം വന്നപ്പോഴത്തേക്ക് റോക്കി പർവ്വതനിര എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. ഓർമ്മയുണ്ട്? ആ ക്ലാസ് പറഞ്ഞ അതുപോലെ ഞാൻ പറയുകയാണ്. ആൻഡീസ് പർവ്വതനിര തെക്കേ അമേരിക്കയിൽ ചിലിയിൽ ചേർന്ന് കിടക്കുന്നു. ആൽപ്സ് പർവ്വതനിര യൂറോപ്പിൽ. ആ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പറയുക. അടുത്തത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം മഹിളാ ബാങ്കിന്റെ മുദ്രാവാക്യമാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായ ഒരാൾ നിങ്ങളെ ഭരിക്കുമെന്നുള്ളതാണ്. ആര് പറഞ്ഞതാണ്? പ്ലേറ്റോയുടെ. ഈ പ്ലേറ്റോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്ലേറ്റോയുടെ കൃതി പറഞ്ഞു, അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞു. പറയൂ നിത്യ. പ്ലേറ്റോയുടെ കൃതിയാണ് റിപ്പബ്ലിക് എന്നുള്ളത്. പ്ലേറ്റോയുടെ കൃതിയാണ്. ഈ റിപ്പബ്ലിക് എന്നുള്ള കൃതി ഇനി ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ 3ാമത്തെ പ്രസിഡന്റ്. 67-69 അധികാരത്തിൽ നിന്ന് മരിച്ച ആദ്യ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ശരിയല്ലേ? ഉറുദു ഭാഷയ്ക്ക് പറയുന്നതാണ് ക്യാമ്പ് ഭാഷ എന്ന് അറിയപ്പെടുന്നു ഇല്ലേ? ഉറുദു. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു ആണ്. പാകിസ്ഥാനിലെ ഔദ്യോഗിക ഭാഷ ഉറുദു ആണെന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിച്ച് കളയാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ എന്തെല്ലാം പറഞ്ഞോ ആ ക്ലാസ്സിൽ പറഞ്ഞ രാഷ്ട്രീയം ഒഴിച്ചിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശരിയല്ലേ? നിങ്ങൾ ചിരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. 2025 ജനുവരി 7 ഇന്ത്യയിലെ ഒരു റെനേസൻസ് ലീഡറുടെ 200ാം ജന്മവാർഷികം ആഘോഷിച്ചു. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ അല്ലെങ്കിൽ വേലായുധ ചേവകർ. ഇദ്ദേഹം ജനിച്ചത് കാർത്തികപ്പള്ളി താലൂക്കിൽ ആലപ്പുഴയിലാണ്. ഇദ്ദേഹമാണ്
അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം കൊടുത്തത്. എന്താണ് അച്ചിപ്പുടവ സമരം? അത് സ്ത്രീകൾക്ക് വസ്ത്രം നേരെ ധരിക്കാനുള്ളതാണ്. അതായത് ഇതിന് വേറൊരു പേരുണ്ട്, ഏത്താപ്പ് സമരം. സ്ത്രീകൾ ഇങ്ങനെ ഡ്രസ്സ് ഇല്ല, അതാണ് ഏത്താപ്പ്. ഏത്താപ്പ് സമരം എന്ന് പറയുന്നത് അച്ചിപ്പുടവ സമരം ഒന്ന് തന്നെയാണ്. അപ്പോൾ പിന്നോക്ക ജാതിപ്പെട്ട സ്ത്രീകൾക്ക് ഈ ഏത്താപ്പ് അല്ലെങ്കിൽ ഈ മാറ് മറയ്ക്കാനുള്ള തുണി ഇടാനുള്ള അവകാശമില്ല. അപ്പോൾ ഇത് ആറാട്ടുപുഴ വേലായുധൻ ഈ തുണി ഈ വിതരണം ചെയ്ത് ആളുകളടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു, സ്ത്രീകളടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഇതാണ് അച്ചിപ്പുടവ സമരം. അച്ചിപ്പുടവ ഉപയോഗിക്കാനുള്ള അവകാശം സവർണർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് മൂക്കുത്തി സമരം. ഈ മൂക്കുത്തി സമരം പറയുമ്പോഴത്തേക്ക് ഇതേപോലുള്ളതാണ് കല്ലുമാല സമരം. കല്ലുമാല സമരത്തിന് നേതൃത്വം അയ്യങ്കാളി, അതിന് വേറൊരു പേരാണ് പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത്. മൂക്കുത്തി സമരം ഈ പിന്നോക്ക ജാതിക്കാർ മൂക്കിൽ വല്ല കമ്പോ കല്ലോ ഒക്കെയാണ് കുത്തി കയറ്റി വെക്കാനുള്ളത്. സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ല. സ്വർണ്ണം ഉപയോഗിക്കണമെങ്കിൽ ഒരു കരം കൊടുക്കണം, മേനിപ്പൊന്ന് എന്നാണ് കരത്തിന്റെ പേര്. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന വേലായുധ ചേവകർ ഈഴവരെ കഥകളി പഠിപ്പിച്ചയാൾ, ഈഴവർക്ക് വേണ്ടി ആദ്യം ശിവക്ഷേത്രം നിർമ്മിച്ചയാൾ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മിശ്രഭോജനം അദ്ദേഹം നടത്തി. ഇവരൊക്കെ നടത്തുന്നതിന് മുമ്പാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ആറാട്ടുപുഴ വേലായുധൻ ഈ സ്ത്രീകൾക്ക് മൂക്കുത്തി കൊടുത്തിട്ട് ധരിച്ചു നടക്കാൻ പറഞ്ഞു. അതാണ് മൂക്കുത്തി സമരം. അപ്പൊ മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം അല്ലെങ്കിൽ ഏത്താപ്പ് സമരം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്, ശരിയല്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 1874 ജനുവരി 3-ാം തീയതി അദ്ദേഹം ഒരു ബോട്ടിൽ ഉറങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു റെനൈസൻസ് ലീഡറാണ് അദ്ദേഹം. അദ്ദേഹത്തെ രക്തസാക്ഷിയാണ്, ആദ്യത്തെ രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം ഈ എ.ജി. വേലായുധനുണ്ട്. എ.ജി. വേലായുധൻ പാലിയ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട രക്തസാക്ഷിയാണ്. അതൊക്കെ പിന്നീടാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നതാണ്. ഇതതിനു മുമ്പ് വളരെ മുമ്പ് നടന്നതാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. ആ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാം പറഞ്ഞു തീർക്കുക. അത് പറഞ്ഞത് 2025 ഖേൽരത്ന അവാർഡും അതിനെക്കുറിച്ച് പറഞ്ഞു. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച ആളുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചു. 4 പേർക്കാണ് ലഭിച്ചത്. 25 ലക്ഷം രൂപയാണ് ഖേൽരത്നയുടെ അവാർഡ് തുക. ആരൊക്കെയാണ് ലഭിച്ചത്? ലഭിച്ചത് മനൂഫാക്കറിന് ലഭിച്ചു. ഡി ഗുഗേഷ് ഷൂട്ടിംഗ് താരം, മനൂഫാക്കർ ഷൂട്ടിംഗ് താരം, ഡി ഗുഗേഷ് ചെസ് താരമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ. അത് എവിടെ വെച്ചാണ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത്? ആരെയാണ് തോൽപ്പിച്ചത്? ഡിങ് ലിറൻ, ചൈന. ശരി, അടുത്തത്. ഇനി അടുത്ത ഹർമൻപ്രീത് സിംഗ്, ഹോക്കി താരമാണ്. ഹർമൻപ്രീത് ഹോക്കി ടീം ക്യാപ്റ്റനാണ്. പിന്നെ പ്രവീൺ കുമാർ പാരാലിമ്പിക് താരം. ഈ 4 പേർക്കാണ് മേജർ ധ്യാൻചന്ദ് ലഭിച്ചത്. ഖേൽരത്ന അവാർഡ് ലഭിച്ചു 25 ലക്ഷം. അർജുന അവാർഡ് 32 പേർക്ക് ലഭിച്ചതിൽ ഒരു മലയാളിയും, സാജൻ പ്രകാശ്, നീന്തൽ താരമാണ്. 15 ലക്ഷം രൂപ. ചുമ്മാ 15 ലക്ഷം കിട്ടും. എന്താ? അതുപോലെ ദ്രോണാചാര്യ അവാർഡ് മൊത്തം ലഭിച്ചതിൽ ഒരു മലയാളിയും. ആരാണ്? മുരളീധരൻ. എത്ര ലക്ഷം? 10 ലക്ഷമാണ്. ഇതാണ് ഇവിടുത്തെ ക്ലാസിന്റെ ഒരു സ്റ്റൈൽ. ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വ്യക്തമായി എഴുതണം. ഇതുപോലത്തെ ക്ലാസ് മതിയോ, പച്ചയായ ഇതുപോലത്തെ ക്ലാസ് മതിയോ എന്നുള്ളത് നിങ്ങൾ പറയുക. എന്തായാലും റെയിൽവേയുടെ ക്ലാസ്സിന് ഇവിടെ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് തരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. കാരണം റെയിൽവേയിൽ ധാരാളം പേർക്ക് ജോലി കിട്ടാൻ സാധ്യത ഉള്ളതാണ്. ഞങ്ങളുടെ പ്രദേശത്തുനിന്ന് റെയിൽവേയിൽ പോയത് എത്ര പേരാണെന്ന് ഇനി കണക്കെടുക്കണം. അത്രമാത്രം ആളുകൾ, നിങ്ങൾ ആരും അപേക്ഷിക്കാത്ത കാലത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് നെടുമങ്ങാട് നിന്ന് അപേക്ഷിച്ച് ജോലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. റാങ്ക് ഫയൽ മാത്രം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എങ്ങും എത്തില്ല. ഉത്തരങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതി ജയിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് സമയം വളരെ വിലപ്പെട്ടതാണ്, അത് ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും. താങ്ക് യു. ഓക്കെ.